പഴയ 100 രൂപയുടെ നോട്ട് കൊടുത്ത യാത്രക്കാരനെ KSRTC കണ്ടക്ടറും ഡ്രൈവറും കൂടി തല്ലി. ഈ ദൃശ്യം വളരെ വൈറലായി. തൃശ്ശൂർ ഡിപ്പോയിൽ നിന്ന് ഫാസ്റ്റ് പാസഞ്ചർ കയറിയ യാത്രക്കാരനാണ് ഈ അനുഭവം ഉണ്ടായത്. മൂവാറ്റുപുഴയിൽ നിന്നും ആണ് ഈ യാത്രക്കാരൻ കോട്ടയത്ത് പോകുന്നതിനായി ബസ്സിൽ കയറിയത്. അയാൾ ഒരു 100 രൂപ നോട്ട് കൊടുത്തു. അത് പഴയ നോട്ടാണ്, അല്പം കീറിയിട്ടും ഉണ്ടെന്ന് തോന്നുന്നു. ആ നോട്ട് മാറിത്തരണം, വേറെ പണം തരണമെന്ന് പറഞ്ഞു. അയാൾ അതിന് വഴങ്ങിയില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അയാളെ വേറെ നോട്ട് കാണില്ലായിരിക്കാം. അയാൾ മൂവാറ്റുപുഴയിൽ നിന്ന് കോട്ടയം വരെ പോകണമല്ലോ. നോട്ട് അല്പം പഴയതായി, ചിലപ്പം ചില നോട്ടുകളൊക്കെ സൈഡ് ചിലപ്പം കീറിയിട്ടുണ്ടാവും. പലരും അത് ഒട്ടിച്ചൊക്കെ കൊടുക്കുന്ന കാണാം. വേറെ പണം ഉണ്ടാവില്ല. ആ ബസ് യാത്ര ചെയ്യാൻ പറ്റില്ല, ഇറങ്ങിത്തരണമെന്നാണ് ഈ കണ്ടക്ടർ. കാരണം ഇയാൾക്ക് കോട്ടയത്ത് അടിയന്തരമായിട്ട് പോകണം, വേറെ സ്പെയർ പൈസ ഇല്ല. അയാൾ നിശബ്ദനായിട്ട് അവിടെ ഇരുന്നു. വേറെ പൈസ ഇല്ല എന്നുള്ള രീതിയിൽ അത് മാറിക്കൊടുക്കാൻ അയാളുടെ കൈവശം പൈസ ഇല്ല. ആ സംഭാഷണം അങ്ങ് മൂത്തു. കണ്ടക്ടർ ഇയാളുമായിട്ട് വാക്കുതർക്കമായി. ആ സമയത്ത് കൂത്താട്ടുകുളത്ത് വാഹനം റോഡ് സൈഡിൽ ഡ്രൈവർ അങ്ങ് നിർത്തി. ആൾക്കാരൊക്കെ അവിടെ കൂടി നിന്നു. ഈ സമയത്ത് KSRTC ബസ്സിലോട്ട് കയറുന്ന ആ സ്റ്റെപ്പിൻ്റെ ഇടതുവശത്തിരുന്ന യാത്രക്കാരൻ അയാളെ ഇവർ ചീത്ത വിളിക്കുന്നതും തല്ലുന്നതും വെളിയിൽ നിന്ന ആൾക്കാർ മൊബൈൽ ഫോണിൽ അത് എടുക്കുകയും ചെയ്തു. അത് വലിയ വൈറലായി. ഈ സന്ദർഭത്തിൽ ഒരു മെലിഞ്ഞ ഒരാൾ ഇയാളുടെ അടുത്ത് വരുന്നത് കണ്ടു. ബസ് നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. അയാളുടെ ചെകിട്ടത്ത് മാറി മാറി അടിക്കുന്നത് കണ്ടു. ഇത് വളരെ വൈറലായി. ഇത് വെളിയിൽ നിന്ന നാട്ടുകാരോ ആണ് പകർത്തിയത്. ആ മാറി മാറി അടിച്ച ആൾ അതിൻ്റെ കണ്ടക്ടറുമാണ്. ഏതായാലും അടി കൊണ്ടിട്ട് ഇയാൾ വെളിയിൽ നിൽക്കുന്ന ഇങ്ങനെ ഷൂട്ട് ചെയ്യുന്ന ഒക്കെ നോക്കുന്ന കാണാം. ആ പാവം മനുഷ്യൻ ആരാണെന്നറിയില്ല, പരാതി കൊടുത്തില്ല. അയാൾ കോട്ടയത്ത് ഇറങ്ങേണ്ട ആളാണ്. ഏതായാലും കൂത്താട്ടുകുളത്ത് വണ്ടി നിർത്തിയിട്ടാണ് കണ്ടക്ടറും ആ ഡ്രൈവറും കൂടി ഇയാളെ അടിക്കുന്നത്. ആ കണ്ടക്ടറും ഡ്രൈവറും ഇവിടെ ഒപ്പം ചില യാത്രക്കാരും അവരുടെ കൂടെ കൂടിയെന്ന് പറയുന്നുണ്ട്. എന്താണ് അങ്ങനെ ഒരു പ്രകോപനം? പോലീസ് ഇതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് എടുത്തിട്ടില്ല. കാരണം ആരെയാണ് അടിച്ചതെന്ന് അറിയില്ല. പക്ഷേ ഇത് സർവ്വസാധാരണമാണ്. തർക്കങ്ങളും ഒക്കെ KSRTC ബസ്സിൽ KSRTCയിലെ ഡ്രൈവറെടുത്തും കണ്ടക്ടറെടുത്തും പഴയ നോട്ട് കൊടുത്താൽ അവർ വാങ്ങണം. ആ നോട്ട് തീർച്ചയായിട്ടും അവർ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊടുത്താൽ അവരത് മാറ്റിയെടുത്തോളും, അല്ലെങ്കിൽ റിസർവ് ബാങ്കിൽ കൊണ്ടുപോയി മാറണം. പൊതുജന സേവനം ചെയ്യുന്ന അങ്ങനെയല്ലേ. യാത്രക്കാർ ട്രാൻസ്പോർട്ടിന് വലിയ നഷ്ടം വരുന്ന സന്ദർഭത്തിൽ മാക്സിമം യാത്രക്കാരെ കയറ്റി വരുമാനം ഉണ്ടാക്കാൻ ശ്രമിക്കേണ്ടതാണ് ഡ്രൈവറും കണ്ടക്ടറും. ഒരു നോട്ട് പഴകിയതായി അല്പം കീറിയെന്ന് വിചാരിച്ചാൽ ആ നോട്ട് ഇന്ത്യ ഗവൺമെൻറ് നോട്ടുള്ളത് സ്വീകരിക്കാനായിട്ടുള്ള ഇൻസ്ട്രക്ഷൻ KSRTC മാനേജിംഗ് ഡയറക്ടർ കൊടുക്കണം. കാരണം പണം കാണില്ല പലരുടെ കയ്യിൽ, ആകെ ഒരു നോട്ടുണ്ടാവുള്ളായിരിക്കാം. 10ൻ്റെ 50ൻ്റെ യാത്ര അവർ വലിയ പണക്കാരാണെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയത്തില്ല. പലരും വളരെ ബുദ്ധിമുട്ടിയാണ് ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അവർക്കൊരു കാറ് പിടിച്ചു പോകാൻ കഴിവില്ല, അല്ലെങ്കിൽ ആ വഴി ട്രെയിൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള യാത്രക്കാരെ അവഹേളിക്കുകയും അവരെ തല്ലുകയും ചെയ്യുന്ന ഇത് അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഏതായാലും KSRTCയിലെ മാനേജിംഗ് ഡയറക്ടർ ഒരു സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം. പഴയ നോട്ട് എത്ര പഴയതായാലും ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ നോട്ടാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വീകരിക്കാനുള്ള ഇൻസ്ട്രക്ഷൻ കണ്ടക്ടർക്ക് കൊടുക്കണം. കാരണം പാവങ്ങളെ വേറെ പൈസ കാണില്ല. ഇതുപോലുള്ള സന്ദർഭത്തിൽ നമ്മൾ പെരുമാറേണ്ടത് എങ്ങനെയാണ്? കാരണം ആളെ ഉപദ്രവിക്കാനും തല്ലാനും കൈവെക്കാനും ഒന്നും ട്രാൻസ്പോർട്ട് ഡ്രൈവർക്കോ അല്ലെങ്കിൽ ആ കണ്ടക്ടർക്കോ അധികാരമില്ല. അയാളെ ഇറക്കി വിടാനും കഴിയില്ല. അയാളെ ഇറങ്ങിപ്പോകാൻ അവർ നിർദ്ദേശിക്കുന്നത് ഉണ്ടായി എന്നും യാത്രക്കാർ പറയുന്നത് കേട്ടു. ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കരുത്. പോലീസ് ആ ആളെ ലൊക്കേറ്റ് ചെയ്യണം. ലൊക്കേറ്റ് ചെയ്തിട്ട് ആ അയാളൊരു ശുദ്ധഹൃദയക്കാരനാണ്, അതുകൊണ്ട് പരാതി പോലും കൊടുത്തില്ല. ഈ പണമേ ഉണ്ടാവുള്ളൂ. ആരോ ആയിക്കോട്ടെ, അയാൾ നിസ്സഹായനായ സീറ്റിൽ ഇരുന്ന് തല്ലുകൊള്ളുന്ന അയാൾ വെളിയിലോട്ട് നോക്കിയിരിക്കുന്നതൊക്കെ കാണുന്നുണ്ട് നമ്മൾ. അതുകൊണ്ട് തക്കതായ നടപടി ഇവർക്ക് രണ്ടുപേർക്ക് എടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആളെ ലൊക്കേറ്റ് ചെയ്യണം. അത് തീർച്ചയായിട്ടും പോലീസ് വിചാരിച്ചാൽ ഈസിയായിട്ട് ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. കർശനമായ നടപടി ഇതിനകത്തുണ്ടാകണം. അതുപോലെ നോട്ട് എത്ര പഴയതായാലും KSRTC കണ്ടക്ടർമാർ അത് എടുക്കണം. ആ പണം, കാരണം പല പാവങ്ങൾക്കും കൈവശം വേറെ പണം കാണില്ലായിരിക്കാം.
ഏതായാലും അത് മാറാനുള്ള സംവിധാനം അവർക്ക് ഉണ്ടായിരിക്കില്ല. ഇങ്ങനെയുള്ള ഈ പൊതുവേദികളിൽ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാനും അത് സ്വീകരിക്കാനുമുള്ള ഇൻസ്ട്രക്ഷൻ ഇവിടെ മാത്രമല്ല, KSRTC ബസ്സിൽ മാത്രമല്ല, സർക്കാരിൻ്റെ പല ഓഫീസുകളിലും ഇതുപോലെ അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമുക്കറിയാമല്ലോ, ഈ കണ്ടക്ടർമാരാരായാലും ശരി, അവർ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ബാക്കി പൈസ കൊടുക്കാനായിട്ട് പലർക്കും കഴിയും. ചില്ലറയില്ല എന്ന് പറയും. ഒരു സ്ഥലത്ത് പരിചയമില്ലാത്ത 4-5 പേരെ ഇറക്കി വിട്ടിട്ട് എല്ലാവർക്കും കൂടി 20, 30, 40 ഒക്കെ കൊടുക്കാനുണ്ടെങ്കിൽ ഒരു 100 രൂപ അതെല്ലാം കൂടെ കൂട്ടി മൊത്തം ഒരു 100ൻ്റെ നോട്ട് കൊടുത്ത് എല്ലാവരും വീതിച്ചെടുത്തോ എന്ന് പറഞ്ഞിട്ട് ബസ് വിട്ട് പോകുന്ന കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് മാൻഡേറ്ററി ആയിട്ട് കണ്ടക്ടർമാർ അവരുടെ ഓഫീസിൽ നിന്നോ അവരുടെ പേഴ്സണലായിട്ടോ 100 രൂപയുടെ ചില്ലറ 10 രൂപ നോട്ടിൻ്റെ കുറേ ചില്ലറകൾ ശേഖരിച്ച് വെക്കുന്നത്, മുൻകരുതലോടി വെക്കുന്നത് നല്ലതാണ്. അങ്ങനെയൊക്കെയുള്ള പരോപകാരപരമായ പൊതുജനങ്ങളെ സഹായിക്കുന്ന രീതിയിൽ കണ്ടക്ടർമാരും ഡ്രൈവർമാരും മാറണം എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം.